ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഒന്നുകൂടി ഇപ്രാവശ്യം ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, രാം നാരായൺ എന്നാണ് അയാളുടെ പേര്. അയാൾ വന്നിട്ട് ഒരാഴ്ചയോളം ആയേ ഉള്ളൂ അയാൾ കേരളത്തിൽ വന്നിട്ട്. അയാൾ അവിടെ കണ്ട് വളയാറിലെ ഒരു കടയുടെ ഭാഗത്തും കണ്ടൊക്കെ ഇങ്ങനെ ചുമ്മാ നിന്നു. അല്പം അങ്ങോട്ട് മദ്യപിച്ചിട്ടുണ്ടവൻ, അതേ ഉള്ളൂ. അവനെ അവിടെയുള്ള ആളുകൾ സംശയാസ്പദമായിട്ട് ഉള്ള സാഹചര്യത്തിൽ അവനെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ പോലീസിൽ വിളിച്ചു പറയാമല്ലോ. പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ഈ നടക്കുന്നതല്ലേ കാണുന്നത്. അപ്പോൾ ഏതായാലും ഉടനെ അവർ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെടുത്ത് പറഞ്ഞു, യുവാക്കൾ ഉടനെ അവിടുത്തെ ഈ മുഴുവൻ സന്മാർഗ പ്രവർത്തികൾ നടത്തുന്ന ആളുകൾ കുറേ ഭാഗത്തുണ്ടല്ലോ. ആളുകൾ പൊതുപ്രവർത്തകരാണ്, അവരൊക്കെ സന്നദ്ധ സേവകർ. യുവാക്കൾ കുറേ പേരെടുത്ത് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഉണ്ടെന്ന്. ആ രണ്ടിടത്ത് പറഞ്ഞതേ ഉള്ളൂ. വന്നു, ഇവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ ഒക്കത്തില്ല, മീഡിയയിൽ വന്നത്. യഥാർത്ഥത്തിൽ ആളുകളെ അത് കാണിക്കരുത്, അതുപോലെ അത്രയും ക്രൂരമാണ്. പണ്ട് ആ മധുവിനെ കെട്ടിയിട്ട് തല്ലി കൊന്നില്ലേ, അതായത് ഒരു ശകലം അരി അതും ഇച്ചിരി മുളക് പൊടിയും മോഷ്ടിച്ചെന്ന്. എന്തിനാ? പട്ടിണിയാണ്, ആഹാരം കഴിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ഒരുത്തനെ തല്ലിക്കൊന്നു നമ്മൾ കണ്ടതാണ് കേട്ടോ. ഒരു നിർദോഷിയായ ഒരു ചെറുപ്പക്കാരൻ അനങ്ങാതെ ആ തല്ല് മുഴുവൻ കൊണ്ട് അവൻ അവിടെ നിന്നും മരിച്ചു. അതേപോലാണ് ഈ യവനെ എടുത്തിട്ട് അങ്ങ് അടിക്കുക. എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ യവന്മാർക്ക് അറിഞ്ഞൂടാ. അവൻ്റെ ശരീരമാസകല യവന്മാർ ഉപദ്രവിച്ചു, അടിച്ചു, ചവിട്ടി, നാശമാക്കി. അവൻ്റെ തലയിലടിക്കുന്നു. അവസാനം അവനെ അവിടെ അനങ്ങാതെ വീണെന്ന് പറഞ്ഞാൽ അവന് വേറെ മാർഗ്ഗമില്ല, ഈ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ വീണതാണ്. അവിടെ കിടന്ന് അവിടെ ഇട്ടിട്ട് യവന്മാരെല്ലാം അങ്ങ് പോയി. പിന്നെ ആരോ പോലീസ് വിളിച്ചു പറഞ്ഞു. പോലീസ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് എത്തിയിട്ട് ഇവനെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലാക്കി. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്താണ്, അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൻ വീണ്ടും പോലീസ് വാനിൽ കുഴഞ്ഞു വീണു. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നോക്കി, അപ്പം ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, ഇവൻ്റെ ദേഹം ആസകലം അടി കൊണ്ടിട്ടുണ്ട് മുഴുവൻ, തലയിലൊക്കെ പരിക്കുകളുണ്ട്. ഒരു മനുഷ്യജീവിയോടാണ് ഈ ചെയ്യുന്നതെന്ന് ഈ ആൾക്ക് ഒരു ബോധമെങ്കിലും വേണ്ടേ? മൃഗത്തിനെ പോലും ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? മൃഗത്തിനെ ഉപദ്രവിച്ചാൽ വിവരം അറിയും. അതിന് ചോദിക്കാനും പറയാനും ആരുണ്ട്? ഈ പാവം പെട്ടവന് ചോദിക്കാനും പറയാനും ആരാ ഉള്ളത്? ഇപ്പം ഈ 15 എണ്ണത്തിനെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവന്മാരെ ഈ ആൾക്കൂട്ടം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്സാഹമാണ്. ഇതുപോലെ കാരണം ഇവൻ തിരിച്ചൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് ഇവനെ എന്തും ചെയ്യാമല്ലോ. പ്രതികരണശേഷിയൊന്നും ഇല്ല. അവനെ അങ്ങിട്ട് ഉപദ്രവിക്കുക. അവനിങ്ങനെ തലയെ കൈ വെച്ച് ഇങ്ങനെ നിൽക്കുക, അടിയും കൊണ്ടുകൊണ്ട് കുറേ നേരം നിന്നു. പിന്നെ അങ്ങ് വീണു, അവിടെ ഇട്ട് ചവിട്ടി നാശമാക്കി. ഇതൊക്കെ ചെയ്തിട്ടങ്ങ് പോയി കളഞ്ഞിട്ട്. എന്നാൽ ഇങ്ങനെ വീണവണ്ണം പോയതിനെ എടുത്ത് ആശുപത്രിയിലെങ്കിലും ആക്കുന്നില്ലല്ലോ, ഒന്നുമില്ല. അവൻ അവിടെ കിടന്നു. അത് കഷ്ടമാണ്. ആ കിടപ്പൊക്കെ നമ്മൾ കാണണം. ഈ അടിയൊന്നും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അത് ആളുകൾ ഇത് കാണുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം ഞാൻ പറഞ്ഞത്, മേലാലെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആരും ഇനി തുടരത്തില്ല എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് അത് ചിലപ്പോൾ അങ്ങനെ ഒരു എങ്കിലും ഉണ്ടായേക്കാം മനസ്സിൽ, അത്രയും ഒരു സങ്കടമെങ്കിലും. ഇതേപോലാണ് ഒരിക്കൽ ഒരു കോഴിയും കൊണ്ടൊരുത്തം പോയി കേട്ടോ. അത് എൻ്റെ നാട്ടിലാണ്. ഒരു കോഴിയും കൊണ്ടുപോയി, നടന്നുപോയി. ഈ കോഴിയെ അവൻ കൊണ്ടുപോയി. അവനും അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. കോഴിയെ കൊണ്ടുപോയെന്ന് ഇന്നേക്ക് ഇവിടെ നടാ കോഴിയെ വാങ്ങിക്കാൻ കാശ്. ഈ കോഴിയെ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് അവനെ അവിടുത്തെ എടുത്തിട്ട് അടിച്ച് നാശമാക്കി, അടിച്ച് കൊന്നു. ആൾക്കൂട്ടമാണ്. ഇത് നമ്മൾ കണ്ടതാണ്. ആ മധുവിൻ്റെ സംഭവം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് കുറവാണ്, ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ വലിയ ഒഫൻസാണ്, കൊലക്കുറ്റം. അതിലും മുകളിലോട്ട് നിൽക്കും. ആ രീതിയിലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതിനൊക്കെതിരെ ശരിയായ നടപടികൾ വേണം. പിന്നെ നാട്ടുകാരൊന്ന് മനസ്സിലാക്കണം. ഒരുത്തനെ അടിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവനെ ഇതുപോലെ എടുത്തിട്ട് ഉപദ്രവിച്ച് നാശമാക്കരുത്. അവന് സംശയമുണ്ട്, അവൻ എന്തെങ്കിലും മോഷണക്കുറ്റം ആരോപിച്ചാണ്. ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ ഇവൻ്റെ കയ്യിൽ യാതൊരു സാധനവും ഇല്ല, ഒന്നുമില്ല. അതാണ് അവന് പിടിച്ച് ഇങ്ങനെയുള്ള ഒരുത്തനെ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
നിങ്ങളൊരാരെടുത്ത് ചോദിക്കണം എന്താ വന്നേ, അത് വീണ്ടും വീണ്ടും മറുപടിയൊക്കെ സംശയമാണെങ്കിൽ അവനെ വേണമെങ്കിൽ ഇന്ന് തടഞ്ഞു വെച്ചിട്ട് പോലീസിനെ വിളിച്ചേൽപ്പിച്ചോളൂ. അല്ലാതെ ഇതേപോലെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്ന ഈ ശീലമുണ്ടല്ലോ, മലയാളികൾ ഉപേക്ഷിക്കണം. ഇത് മലയാളികൾക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി. അത് ഇനിയും തുടരരുത്. ഒരു പാവം രക്തസാക്ഷി ഒന്നുകൂടെ ഉണ്ടായി ഈ മോബ് ലിഞ്ചിങ്ങിൽ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അത് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്പം കൂടെ ഒരു ബുദ്ധിയും യുക്തിയൊക്കെ ഉണ്ടാവട്ടെ, വിവരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.